ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ഒരു മത്സരം ഇന്ന് നടന്നിരുന്നു. അത്ര പ്രസക്തിയില്ലാത്ത ഒരു മത്സരം ആയതുകൊണ്ട് തന്നെ വലിയ പരിഗണന പലരും ഈ മത്സരത്തിന് നൽകിയിരുന്നില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നായിക്കൊണ്ട് അത് മാറിയിട്ടുണ്ട്. പറയാൻ കാരണം ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ആവേശകരമായ ഒരു മത്സരമാണ് നമുക്ക് ലഭിച്ചത്. 10 ഗോൾ ത്രില്ലറാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അടിയും തിരിച്ചടിയും കണ്ട ഈ മത്സരത്തിനൊടുവിൽ 4-നെതിരെ 6 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഫ്രാൻസിനെ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു മത്സരം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഓൾ ഔട്ട് അറ്റാക്കാണ് രണ്ട് ടീമുകളും മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മത്സരത്തിൽ ആകെ 10 ഗോളുകൾ പിറന്നിട്ടുള്ളത്. ആദ്യം ഇംഗ്ലണ്ടിന്റെ സംഹാര താണ്ഡവമായിരുന്നു. പക്ഷേ പിന്നീട് ഫ്രാൻസ് തിരിച്ചു വന്നു. എന്നാൽ പിന്നീട് 2 ഗോളുകൾ നേടിക്കൊണ്ട് ഇംഗ്ലണ്ട് ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളതാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലീഷ് പട ഫ്രാൻസിനെതിരെ 4 ഗോളുകളാണ് നേടിയത്. 3-ാമത്തെ മിനിറ്റിൽ റൈസ്, 18-ാമത്തെ മിനിറ്റിൽ കോൺസ, അതുപോലെ തന്നെ 37-ാമത്തെ മിനിറ്റിലും 45-ാമത്തെ മിനിറ്റിലും ബുക്കയോ സാക്ക എന്നിവർ ഗോളുകൾ നേടി. ഇങ്ങനെ ആദ്യ പകുതിയിൽ ഫ്രാൻസിനെതിരെ 4 ഗോളുകളുടെ ഒരു ലീഡ് ഇംഗ്ലണ്ട് എടുക്കുകയായിരുന്നു. ഇതോടുകൂടി ഫ്രാൻസിനെ എല്ലാവരും പൂർണ്ണമായും എഴുതിത്തള്ളി. പക്ഷെ രണ്ടാം പകുതിയിൽ കളി മാറി. ഫ്രാൻസ് ശക്തമായി തിരിച്ചു വന്നു. 48-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പെ, 54-ാമത്തെ മിനിറ്റിൽ ബാർക്കോള, 66-ാമത്തെ മിനിറ്റിൽ കിലിയൻ എംബപ്പെ. അങ്ങനെ 3 ഗോളുകൾ ഫ്രാൻസ് പിന്നീട് സ്വന്തമാക്കി. ഇതോടുകൂടി ഫ്രാൻസ് ഈ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു എന്നുള്ളതാണ്. എന്നാൽ മത്സരം പൂർണ്ണമായും വിട്ടു നൽകാൻ ഇംഗ്ലണ്ട് ഒരുക്കമായിരുന്നില്ല. 87-ാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ടിന് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിച്ചു. ബുക്കയോ സാക്ക അത് ഗോളാക്കി മാറ്റി. 96-ാമത്തെ മിനിറ്റിൽ ഡെംബെലെ ഒരു ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് മത്സരം 5-4 എന്ന രൂപത്തിലേക്കാക്കി. പക്ഷേ ഏറ്റവും അവസാനത്തിൽ ബെല്ലിംഗ്ഹാം ഒരു ഗോൾ നേടി. 98-ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗ്ഹാം ഒരു ഗോൾ നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് 6-4 എന്ന സ്കോറിന് ഇംഗ്ലണ്ട് വിജയിച്ചിട്ടുള്ളത്. വേൾഡ് കപ്പിലെ 3-ാം സ്ഥാനം ഇംഗ്ലണ്ട് സ്വന്തമാക്കി എന്നുള്ളതാണ്. ഓൾ ഔട്ട് അറ്റാക്ക് കണ്ട ഒരു മത്സരമാണ് ഇത്. രണ്ട് ടീമുകളും നിരന്തരം ആക്രമണങ്ങൾ നടത്തുകയായിരുന്നു. അതിന്റെ ഫലമായിക്കൊണ്ടാണ് 10 ഗോളുകൾ ഈ മത്സരത്തിൽ പിറന്നിട്ടുള്ളത്. കിലിയൻ എംബപ്പെ ഈ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയിട്ടുണ്ട്, ഒരു അസിസ്റ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടുകൂടി ഈ വേൾഡ് കപ്പിൽ കിലിയൻ എംബപ്പെ 10 ഗോളുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. 4 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി കഴിഞ്ഞു. ഗോൾഡൻ ബൂട്ടിന്റെ കാര്യത്തിൽ കിലിയൻ എംബപ്പെയാണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.